കടലിൽ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എത്ര ലുക്ക് പ്രതീക്ഷിച്ചില്ല. പള്ളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിടിലൻ ഭീമാകാരം മിനാര് നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദു സലാത്ത് മലാക്ക എന്നാണ് ഈ അത്ഭുതം തോന്നിക്കുന്ന പള്ളിയുടെ പേര്. ഈ ചതുരത്തിലുള്ള ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മീന് വായ പൊളിച്ച ആകൃതിയിലാണ് പള്ളിന്റെ മുൻപുള്ളത്. പടച്ചോന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് ഇസ്ലാമിന്റെ പ്രഖ്യാപനം തെറ്റിക്കുന്ന ഈ VIP പാർക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓല് കുറച്ച് വലിയ ആൾക്കാർ. പിന്നെ വുളു എടുക്കാനൊക്കെ വിശാലമായ സ്ഥലമുണ്ട്, നല്ല ഭംഗി, നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പള്ളിന്റെ ഉള്ളിൽ കയറി നമ്മളിപ്പോ എത്തിക്കാഫിന്റെ നിയത്ത് വെച്ച് കടലിലാണ് നിൽക്കുന്നത്. ഏകദേശം 1 കോടി മലേഷ്യൻ റിംഗിറ്റാണ് ഈ പള്ളിന്റെ ചെലവ്. അതായത് ഇന്ത്യൻ റുപ്പി നോക്കുമ്പോൾ 20 കോടി രൂപ. പള്ളിന്റെ ഉള്ളിൽ കുറെ ഫാൻ വാങ്ങാൻ മടിച്ചിട്ട് ഏതോ ഹെലികോപ്റ്ററിന്റെ പഴയ ഫാനൊക്കെ കൊടുത്തു. ഏതായാലും ഇത്രയും പൈസ ചെലവാക്കുമ്പോ ഫാനും കൂടെയാണ് പുതിയ വാങ്ങിക്കൂടെ അല്ലേ. വേങ്ങര ഏതോ ഓഡിറ്റോറിയത്തിലും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഫാൻ. മെല്ലെ കറങ്ങാണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് പള്ളിന്റെ ബാക്ക് സൈഡ് അഥവാ കടലിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടുന്ന് മീൻ തൊള്ള പൊളിച്ച ഷേപ്പ് നേരെ മനസ്സിലാക്കാൻ സാധിക്കും. നൂഹിനബിന്റെ ചരിത്രം ഓർമ്മ വരും. ഈ ഏരിയയിൽ നിന്ന് കടൽക്ക് നോക്കിയാൽ കുറെ വെറൈറ്റി ഐറ്റംസ് മീനുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ഈദ് മുബാറക്ക് പറഞ്ഞു. പല രാജ്യത്തെ കുട്ടികൾ പിന്നെ നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. ഈദ് മുബാറക്. ഇവരുടെ പിന്നെ വേറൊരു സ്റ്റൈല് സലാമ നെറ്റിമൊക്കെ മുട്ടിച്ചു. ഇത് പള്ളിന്ന് കരയ്ക്കുള്ള ഒരു വ്യൂ ആണ്. സാധാരണ നമ്മൾ കരയിലിരുന്ന് കടൽ ആസ്വദിക്കലുണ്ട്. ഇത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. കടലിൽ എഴുത്തിക്കാഫിനെ നിയന്ത്രിച്ച് നിസ്കരിക്കാനുള്ള അപൂർവ ചാൻസ് ആയതുകൊണ്ട് നമ്മൾ അതാണ് മുതലാക്കി. പിന്നെ ഇവിടെ വരുന്ന വിദേശികൾക്ക് പള്ളി കാണണമെങ്കിൽ മുട്ടിന്റെയും പൊക്കളിന്റെ ഇടയിൽ മറക്കണം, അതായത് ഔറത്ത് മറക്കണം. ട്രൗസർ ഇട്ട് വന്ന സായിപ്പൊക്കെ അതാ കള്ളിത്തുണി എടുത്തുന്നു. പിന്നെ ഗൂഗിളിൽ ഈ പള്ളിന്റെ പേരടിച്ചു കൊടുത്തതിന്റെ നൈറ്റ് വ്യൂ കാണാൻ മോനെ ഒരു രക്ഷയില്ല. മാസലാമ.